ഒരുപാട് ആഡ്സ് വരാറുണ്ട്. 10 ദിവസം കൊണ്ട് ഇത്ര കിലോ കുറച്ച് തരാം, അല്ലെങ്കിൽ 10 കിലോ കുറച്ച് തരാം. അത് എത്ര പ്രാക്ടിക്കലി പോസിബിൾ ആണ്? അതെങ്ങനെയൊക്കെ സാധിക്കാം? പ്രാക്ടിക്കലി പോസിബിൾ ആണ്. 10 കിലോ ഒരാഴ്ച കൊണ്ട് കുറയ്ക്കുക എന്ന് പറയുന്നതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ബട്ട് ഹൈലി അൺസയന്റിഫിക്, വെരി ഹാംഫുൾ. നമ്മുടെ ഗൈഡ് ലൈൻസ് തന്നെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഗൈഡ് ലൈൻസ്, ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഇഷ്ടംപോലെ റിസർച്ച് നടത്തിയിട്ട് ഇന്ത്യൻ പോപ്പുലേഷന് വേണ്ടി റിലീസ് ചെയ്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് ആണ്. ആ ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നത് ഓവർ വെയിറ്റ് ആണെങ്കിലും ഒബേസ് ആണെങ്കിലും 10% ഓഫ് യുവർ എക്സസ് വെയിറ്റ്, സേ ഇഫ് യു 100 kg, 10 kg ഷുഡ് ബി റെഡ്യൂസ്ഡ് ഓവർ എ പീരീഡ് ഓഫ് 6 months. ഇതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ്. ഒരു ആഴ്ചയിൽ പരമാവധി കുറയ്ക്കാൻ സജസ്റ്റ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 1/2 കിലോയാണ്. അപ്പൊ നിങ്ങൾക്ക് കൂട്ടാം, 4 ആഴ്ച കൊണ്ട് 2 കിലോ, അല്ലെങ്കിൽ പരമാവധി പോയ 3-3.5 കിലോ ഒരു മാസം കൊണ്ട് കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ഐഡിയലി ഒരു ശരീരത്തിന് കേടുപാടുകൾ കൂടാതെ, മെറ്റബോളിക് സ്ലഗിഷ്നെസ് വരാതെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. 10 kg വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റിസ്കുകൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഇതേപോലെ ബോഡി വെയിറ്റ് ബൗൺസ് ചെയ്യുന്നതും കാണാം. കാരണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഇത് പെർമനന്റ്ലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ചെയ്യുന്ന ആൾക്കാർ ആരാന്ന് വെച്ചാൽ ഈ ഫിറ്റ്നസ് ടെസ്റ്റിനൊക്കെ പോകത്തില്ലേ, പോലീസിലേക്കൊക്കെ സെലക്ഷന് വരുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറച്ചിട്ട് ടെസ്റ്റിന് മുമ്പ് ചെല്ലണം, അങ്ങനെയുള്ളവരാണിത് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വെയിറ്റ് കൂടിയാലും അവർക്ക് കുഴപ്പമില്ല. അല്ലാതെ ഇതൊരു പെർമനന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല.